എൻ്റെ അമ്മോ, എന്തൊരു കത്തിയടിയാണ്! അരവിന്ദനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവൻ്റെ മുന്നിൽ ചെന്ന് ചാടിയാൽ പെട്ടത് തന്നെ. ഒരു 2-2.5 മണിക്കൂർ പോയി കിട്ടും. തീക്കുണ്ടത്തിനകത്ത് അകപ്പെട്ടതുപോലെ നിന്ന് ഉരുകിപ്പോവും. ഗുജറാത്തിലെ ഗിർവനങ്ങളിൽ സിംഹങ്ങളെ മേച്ച് നടന്ന കഥയാണ് സ്ഥിരം പറയാറ്. എന്നെ കവലയിൽ വെച്ച് കാണാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഈ കഥയും കൊണ്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വരും. എൻ്റെ അമ്മോ, ദിവസത്തിൽ ഒരു തവണയെങ്കിലും എന്നെ ബെഡായി അടിച്ചു കൊല്ലണമെന്ന് ഒരു നേർച്ചയായി കൊണ്ടു നടക്കുകയാണ് ഈ ഗ്രാമീണ ഭീകരൻ. ഞാൻ കഴിവതും അവൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിച്ചു നടന്നും കാട്ടിൽ ഒളിച്ചിരുന്നും ജീവിതം തള്ളി നീക്കി. എനിക്ക് ഭ്രാന്താകുമെന്ന് വരെ ഞാൻ ഭയന്നു. ഇവനെ കുത്തിയങ്ങ് കൊന്നാലോ എന്ന് ചില രാത്രികളിൽ ഞാൻ ചിന്തിച്ചുപോയി. അങ്ങനെ സഹിച്ച് മടുത്ത് പണ്ടാരമടങ്ങിയിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഒരു ബുദ്ധി എൻ്റെ മനസ്സിലേക്ക് ഓടിത്തുള്ളി ചാഞ്ചാടി വന്നത്. എന്തുകൊണ്ട് ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ല? ഒരു ദിവസം ആസ് യൂഷ്വൽ കവലയിൽ വെച്ച് എന്നെ കാണാത്തതിനാൽ എന്നെ കത്തിയടിച്ചു കൊല്ലാൻ എൻ്റെ ഭവനത്തിൽ മാനശ്രീ അരവിന്ദൻ എത്തി. അരവിന്ദൻ എൻ്റെ കഴുത്തിൽ വയ്ക്കാൻ കത്തിയെടുക്കും മുന്നേ ഞാൻ എഴുതിയ ഒരു തുടർക്കഥ അരവിന്ദന് നേരെ നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ ഒരു തുടർക്കഥയാ, നീ വായിച്ചൊരു അഭിപ്രായം പറയണം. അത്ഭുതം, മഹാത്ഭുതം! എന്നെ കത്തിയടിക്കാൻ വന്ന അരവിന്ദൻ പൊടുന്നനെ അപ്രത്യക്ഷനായി. വാനിഷിംഗ് ഇൻ ടു ദി തിൻ എയർ. ചില സാഹിത്യകാരന്മാർ ഗോപിനാഥ് മുതുകാടിനെ പോലെയാണ്, ആൾക്കാരെ അപ്രത്യക്ഷരാക്കി കളയും. പണ്ടൊക്കെ കവലയിൽ വെച്ച് എന്നെ നിരന്തരം പിടിച്ചു നിർത്തി കഥ പറഞ്ഞിരുന്ന അരവിന്ദനെ അതിനുശേഷം കവലയിൽ വെച്ച് ഞാൻ കാണാതായി. എന്തുപറ്റി അവന്? ഞാൻ ഉത്കണ്ഠാകുലനായി. കവലയിൽ വെച്ച് എന്നെ കാണാൻ പറ്റാത്ത ദിവസങ്ങളിൽ എന്നെ തിരക്കി എൻ്റെ വീട്ടിൽ വരുന്നവരാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അവൻ വരുന്നേയില്ല. അവനെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. പക്ഷെ അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്നെ നിരന്തരം കഥ പറഞ്ഞ് വധിച്ചവനല്ലേ. എൻ്റെ തുടർക്കഥ അവനെ കൊണ്ട് ഒരു തവണയെങ്കിലും വായിപ്പിച്ചേ മതിയാകൂ. അവൻ ഇനി ജീവിതത്തിൽ ഒരാളോടും കത്തിയടിക്കരുത്. അതിന് നല്ല മരുന്നാണ് ഞാൻ എഴുതിയ തുടർക്കഥ. ഞാൻ കവലയിലൊക്കെ അവനെ തിരക്കി നടന്നു. അവനെ കാണാനേ കിട്ടുന്നില്ല. പക്ഷേ പലയിടത്ത് വച്ചും അവൻ്റെ മണം എൻ്റെ മൂക്കിലടിക്കുന്നുണ്ട്. എന്നെ പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ആ പാവം. പക്ഷെ എത്ര തിരഞ്ഞിട്ടും അവനെ എനിക്ക് കണ്ടെത്താനായില്ല. വലിയൊരു മായാവിയാണവൻ. എന്നെ പേടിച്ച അരവിന്ദൻ കോടാലിക്കുഴി കാട്ടിനകത്ത് പകൽ സമയം മുഴുവൻ ഒളിച്ചിരിപ്പാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? എൻ്റെ തുടർക്കഥ ഒരു പ്രാവശ്യം വായിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വിരളും എന്നാണല്ലോ. അതെന്താ അരവിന്ദൻ മനസ്സിലാക്കാത്തത്? എന്തായാലും ഈ മായാവിയെ പിടിച്ച് കുപ്പിയിൽ അടയ്ക്കണം എന്ന് തന്നെ ഞാൻ ഉറച്ചു. ഒരു ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി ഞാൻ എഴുതിയ തുടർക്കഥയുമായി ഞാൻ അവൻ്റെ വീട്ടിലെത്തി. അതിരാവിലെ ആയതുകൊണ്ട് അവൻ വീട്ടിൽ കാണും. വാതിലിൽ മുട്ടിയപ്പോൾ തുറന്നത് അവനാണ്. എന്നെ കണ്ടതും അവൻ്റെ മുഖം ശവത്തിൻ്റെ എന്നതുപോലെ വിളറി വെളുത്തു. എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ കെട്ടിലേക്ക് കുരിശ് കണ്ട ജഗത്താനെ പോലെ അവൻ പരിഭ്രാന്തനായി നോക്കി. കല ചിലരുടെ കയ്യിൽ പടവാളാകുന്നു. കണ്ടില്ലേ ശത്രു ഭയപ്പെടുന്നത്? നീ ഈ തുടർക്കഥ വായിച്ചില്ലല്ലോ. ഇന്നിത് വായിച്ചൊരു അഭിപ്രായം പറഞ്ഞേ പറ്റൂ, പ്ലീസ്. ഞാൻ എൻ്റെ കയ്യിലിരുന്ന പേപ്പർ കെട്ട് അവൻ്റെ മടിയിലേക്ക് വച്ചു. അരവിന്ദൻ നിന്ന് പെരുകി വീർത്തു. പാവം, സ്വന്തം വീട്ടിൽ നിന്ന് എങ്ങോട്ടിറങ്ങി ഓടാനാണ്? ഗത്യന്തരമില്ലാതെ അരവിന്ദൻ ആ തുടർക്കഥ മുഴുവൻ വായിച്ചു. 3 മണിക്കൂർ എടുത്തു അവൻ്റെ വായന തീരാൻ. അവസാനം കണ്ണീരോടെ അവൻ പറഞ്ഞു, നല്ല കഥ, നീ ഉയർന്നുയർന്നു പോകും. അതിൻ്റെ പിറ്റേന്ന് സുരേഷ് പറഞ്ഞാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത്. അരവിന്ദനും ഫാമിലിയും വീടും പറമ്പും വിൽക്കാൻ ഒരു ബന്ധുവിനെ ചുമതലപ്പെടുത്തിയിട്ട് അങ്കമാലി എന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. ഒരുത്തനെ നാട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ എന്തൊരു സന്തോഷം!